5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. ശിവഗിരി മഠാധിപതി സ്വാമിയോട് വളരെ സ്നേഹപൂർവ്വം, ആദരപൂർവ്വം, ബഹുമാനപൂർവ്വം. സ്വാമിജി ഇന്നലെ ഒരു ചാനലിൽ വന്ന് സംസാരിക്കുന്ന കണ്ടു. ഇതിനു മുന്നും ചാനലുകളിൽ സ്വാമിജി വരുന്നു. ചിലപ്പോൾ ബൈറ്റ് കൊടുക്കുന്നത് മഠത്തിലിരുന്നായിരിക്കും. അതുപോലെ തന്നെ പരസ്യ പ്രസ്താവനകൾ സ്വാമിജിയുടെ വരുന്നു. നേരത്തെ ഷർട്ടുമായി ബന്ധപ്പെട്ട ഒരു വിഷയം വന്നു. അത് ശിവഗിരി അവിടെ പറഞ്ഞൊരു കാര്യമുണ്ട്. പിന്നെ ഇപ്പോൾ യേശുദാസിനെ അമ്പലത്തിൽ കയറ്റണം, ഗുരുവായൂർ കയറ്റണം. ഇതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ സ്വാമിജിക്കും അറിയാം, നമുക്ക് പൊതുസമൂഹത്തിനും അറിയാം. 1965 കേരളത്തിൽ പ്ലേസസ് ഓഫ് ഹിന്ദു പബ്ലിക് വർഷിപ്പ് ആക്ട് ആതറൈസേഷൻ ഓഫ് എൻട്രി 1965 എന്ന് പറഞ്ഞൊരു നിയമം ഉണ്ടാക്കി വെച്ചു. അത് ഉണ്ടാക്കിയത് അന്നത്തെ ഗവർണർ ആയിരുന്ന അജിത് പ്രസാദ് ജെയിനാണ്. അതിൽ 3A 3B എന്നൊക്കെ പറഞ്ഞ ക്ലാസ്സുകളുണ്ട്. ഇത് സ്വാമിജിക്ക് അറിയാം. ആ ക്ലാസ്സുകൾ പ്രകാരം വിശ്വാസമുണ്ട്, ആചാരമുണ്ട്, നിയമങ്ങളുണ്ട് നമ്മുടെ രാജ്യത്ത്. അത് പ്രകാരം ശബരിമലയിൽ സ്ത്രീകളെ കയറ്റുന്നതിനെ ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു വിഷയമുണ്ടായിരുന്നു. അതിനെ അസ്ഥിരപ്പെടുത്തി, ആ നിയമത്തിലെ ഒരു ഭാഗം അസ്ഥിരപ്പെടുത്തി. അതാണ് അന്ന് തർക്കം, അന്ന് വിഷയങ്ങളായി. രണ്ടാമത്തെ ഭാഗത്തിൽ പറയുന്നതാണ് ക്ഷേത്രത്തിൽ കയറണമെങ്കിൽ ഹിന്ദു വിശ്വാസിയായിരിക്കണം. ഹിന്ദു ക്ഷേത്രങ്ങൾ എല്ലായിടത്തും ഇല്ല, ചില ക്ഷേത്രങ്ങൾ. ഇതിനകത്തൊരു പ്രശ്നമുള്ളത്, എനിക്കറിയാവുന്ന എത്രയോ ക്രിസ്ത്യാനികൾ, മുസ്ലിങ്ങൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ കയറിയിട്ടുണ്ട്. അവിടെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ വരുന്നുണ്ട്. പ്രത്യേകിച്ച് മിശ്ര വിവാഹമൊക്കെ നടത്തിയോ, ഭാര്യ ഒരു ജാതിയായിരിക്കും, മതമായിരിക്കും, ഭർത്താവ് മറ്റൊരു മതമായിരിക്കും. മിശ്ര വിവാഹം നടത്തിയോ രണ്ട് സ്ഥലത്തും പോകാറുണ്ട്. 2 പേരുടെയും ആരാധനാലയങ്ങൾ പോകാറുണ്ട്. കയറാൻ പറ്റുന്നിടത്തവർ കയറും. അതുകൊണ്ട് തന്നെ പലർക്കും ഇതിൻ്റെ കാര്യങ്ങൾ അറിയാമായിരിക്കും. ക്ഷേത്രത്തിൽ ചെന്ന് എന്തൊക്കെ ചെയ്യണമെന്ന് അറിയാമായിരിക്കും. അതുകൊണ്ട് അവരെ കണ്ടുപിടിക്കുക എളുപ്പമല്ല. പക്ഷേ പ്രസിദ്ധരായ ആളുകൾ, പ്രമുഖരായ ആളുകൾ, സെലിബ്രിറ്റികൾ വരുമ്പോഴാണ് ഈ വിഷയമുള്ളത്. യേശുദാസ് സെലിബ്രിറ്റിയാണ്. അദ്ദേഹം ക്രിസ്ത്യൻ സമുദായത്തിൽ മതത്തിൽ ജനിച്ച ആളാണ്, ജന്മം കൊണ്ട് നിലനിൽക്കറിയാം. അപ്പം അങ്ങനെ ഒരാൾ വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ നിയമം നിലനിൽക്കുമ്പോൾ ചില പ്രായോഗിക പ്രശ്നങ്ങൾ വരും. അപ്പോഴാണ് അടുത്ത് ചില ചോദ്യങ്ങൾ. ശിവഗിരി മഠത്തിൽ ചില നിയമങ്ങളില്ലേ? അവിടെ ആരാധനയ്ക്ക് സമയമില്ലേ? തുറക്കുന്നതിന് സമയമുണ്ടല്ലോ, അടയ്ക്കുന്നതിന് സമയമുണ്ടല്ലോ, ചിലപ്പോൾ ക്യൂ കാണുമല്ലോ, അന്നദാനത്തിന് സമയമുണ്ടല്ലോ, സ്വാമിജിയെ കാണുന്നതിന് സമയം കാണുമല്ലോ, സ്വാമിജിയെ കണ്ടാൽ ആളുകൾ കാലുതൊട്ട് വന്ദിക്കും, ചിലരെ കുറച്ച് പേരെങ്കിലും. കാര്യം ഗുരുവിൻ്റെ പരമ്പരയിൽപ്പെട്ട വളരെ ശ്രേഷ്ഠനായിട്ടുള്ള സ്വാമിജിയാണ്. അപ്പോൾ കുറേ ആചാരങ്ങൾ ഇങ്ങനെ ആചരിക്കും. കുറേ ആളുകൾ സ്ഥിരമായി കുറേ കാര്യങ്ങൾ ആചരിക്കും. എല്ലാ സർക്കാർ ഓഫീസിൽ നിയമങ്ങളുണ്ടല്ലോ, എല്ലായിടത്തും നിയമങ്ങളുണ്ട്. അപ്പോൾ ഹിന്ദു ആക്ട് അനുസരിച്ച് 1965 ഹിന്ദു ആക്ടിൽ ഒരു നിയമം കിടപ്പുണ്ട്. അതിൻ്റെ പ്രശ്നങ്ങളുണ്ട്. നേരത്തെ അഹിന്ദുക്കൾക്ക് അമ്പലത്തിൽ കയറാൻ പറ്റില്ല എന്ന് എഴുതി വെച്ചിരുന്നു. ഇപ്പോഴും ചില ക്ഷേത്രങ്ങളിൽ എഴുതി വെച്ചിട്ടുണ്ട്. മിക്കവാറും ക്ഷേത്രങ്ങളിൽ അഹിന്ദുക്കളായിട്ടുള്ളവരും ഞാനീ പറഞ്ഞ പോലെ ഐഡൻറ്റിറ്റി പറയാതെ കയറുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും 1965 ആ നിയമം മാറ്റണോ വേണ്ടേ എന്നുള്ളത് ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ്. അതിനകത്ത് തർക്കമൊന്നുമില്ല. പ്രത്യേകിച്ച് ഹിന്ദു മതവിശ്വാസത്തിൽ, ഹിന്ദു ആചാരക്രമത്തിൽ, സനാതന ധർമ്മത്തിൽ എല്ലാ കാലത്തും രാജാവിൻ്റെ കാലത്ത് രാജാവ് രാജ്യത്ത് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ ആ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത് അവിടുത്തെ ഋഷിമാർ, അവിടുത്തെ ആചാര്യന്മാർ, ഗുരുക്കന്മാർ അവരെ വിളിച്ചിട്ട് അഭിപ്രായം ചോദിക്കും. അപ്പോൾ അവർ പറയാറ് ഇപ്പം ഇത് ചെയ്യാം, അതുപോലെ തന്നെ ചെയ്യും. അപ്പോൾ പറയാനല്ല, കുറച്ച് പൂജകൾ ചെയ്ത് താന്ത്രിക വിദ്യാപ്രകാരമുള്ള ചില പൂജകളൊക്കെ ചെയ്തിട്ടാണ് ഇത് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ ചെയ്യും. അല്ല, കുറച്ച് നീട്ടി വെക്കണം, നമുക്ക് ഇന്ന ദിവസം വരെ നീട്ടി വെക്കണം, ഇന്ന മാസം വരെ അല്ലെങ്കിൽ ഇന്ന വർഷം വരെ നീട്ടി വെക്കണം എന്ന് പറഞ്ഞാൽ അത് പണ്ഡിത സഭ പറയുന്നത് രാജാവ് കേൾക്കും. അങ്ങനെ തന്നെയാണ് ഇത് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ തമ്മിൽ ഇതിനെ സംബന്ധിച്ച് വലിയ തർക്കവും ഉണ്ടാകാറില്ല. ഒരു ഉറുമ്പിനെ പോലും കൊല്ലരുത്, ഒരു പീഡ എറുമ്പിന് പോലും ഉണ്ടാക്കരുതെന്ന് അനുകമ്പാ ദശകം എഴുതി ഒരാളിന് പോലും, കുറച്ചാളുകൾ അവിടെ ഇവിടെ ഇരുന്നിട്ട് ഇത് ഗുരുദേവൻ ചെയ്ത് ശരിയോ തെറ്റോ എന്നൊക്കെ ചോദിച്ചു എന്നുള്ളതിനപ്പുറം ഒരു കലാപവും ഉണ്ടാകാതെ ഒരാളിൻ്റെ ഒരു തുള്ളി രക്തം പോലും ഇവിടെ ചിന്താതെയാണ് വലിയ മഹത്തായ നവോത്ഥാന പ്രവർത്തനങ്ങളും ആചാര പരിഷ്കരണ പ്രവർത്തനങ്ങളും ഗുരുദേവൻ നടത്തിയത്. ശിവഗിരി പ്രതിഷ്ഠ മുതൽ ഗുരുദേവൻ മുൻകൈയെടുത്ത് ചെയ്ത എല്ലാ ക്ഷേത്രങ്ങളിലും വലിയ പ്രാർത്ഥനയോടുകൂടി, ആരാധനയോടുകൂടിയൊക്കെയാണ് ആളുകൾ അതിനെ വരവേറ്റത്. അതിൽ ബ്രാഹ്മണ സമുദായത്തിലുണ്ടായിരുന്നു, നായർ സമുദായക്കാരുണ്ടായിരുന്നു, എല്ലാ സമുദായക്കാരും ഉണ്ടായിരുന്നു, മറ്റു മതക്കാരും പലരും ഉണ്ടായിരുന്നു ഇതിനെ ഉൾക്കൊള്ളുവാൻ. അപ്പോൾ തീർച്ചയായിട്ടും ആ മഠത്തിൻ്റെ, അങ്ങനെയുള്ള ഗുരുദേവൻ്റെ പിന്മുറക്കാരാണ് ശിവഗിരി മഠക്കാർ. ആരാധന സ്ഥലം വേറെ, ദേവാലയം വേറെ. ആരാധന സ്ഥലം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്തിരുന്ന് ആരാധിക്കാം, വീട്ടിലും ആരാധന പൂജാമുറി വെച്ചും ആരാധിക്കാം. പക്ഷേ ക്ഷേത്രം, ഡയറ്റി എന്ന് പറഞ്ഞാൽ പ്രതിഷ്ഠ എന്ന് പറയുന്നത് മൈനറാണ്.
അതിൻ്റെ പിതാവായി കണക്കാക്കി വെച്ചിരിക്കുന്നത് തന്ത്രിയാണ്. ഇതെല്ലാം നമ്മൾ തന്നെ വെച്ചതാണ്. ഇതൊക്കെ മാറ്റണോ വേണ്ടേ എന്നുള്ളത് തീർച്ചയായും ചർച്ച ചെയ്യപ്പെടാം. ആചാര്യസഭകളൊക്കെ ഇതൊക്കെ കൂടട്ടെ. അല്ലെങ്കിൽ ഈ തന്ത്രിമാരും പിന്നെ സ്വാമിജിയെപ്പോലുള്ള ആളുകളും എല്ലാവരും കൂടി ഇതിന് ആലോചിക്കേണ്ട വിഷയമാണ്. കാലാകാലങ്ങൾക്കനുസരിച്ച് ഇത് മാറ്റം കൊണ്ടുവരേണ്ടതുണ്ടെങ്കിൽ തീർച്ചയായും മാറ്റം കൊണ്ടുവരേണ്ടതുണ്ട്. അതിനകത്തൊന്നും യാതൊരു തർക്കമില്ല. പക്ഷേ എൻ്റെ പ്രശ്നം, അല്ലെങ്കിൽ ഞാനിത് ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ കാരണം, സ്വാമിജി ഒരു കാര്യം ശ്രദ്ധിക്കണം. സ്വാമിജി മഠാധിപതിയാണ്, മഠത്തിൻ്റെ ചീഫാണ്. ഹൈന്ദവ ആചാരപ്രകാരം അല്ലെങ്കിൽ ഹിന്ദു വിശ്വാസപ്രകാരം കാഞ്ചി കാമകോടി ഉണ്ട്. പുരി കാഞ്ചി കാമകോടി മഠാധിപതിയൊക്കെ ഉണ്ട്. അവർക്ക് അത്യുന്നതങ്ങളിൽ നിൽക്കുന്നവരാണ്. അവർ വരുന്നത് തന്നെ, അല്ലെങ്കിൽ അവരൊരു വേദിയിൽ പങ്കെടുക്കുന്നത് തന്നെ വലിയൊരു സംഭവമാണ്. എന്തുകൊണ്ടെന്നാൽ ആത്മീയതയുടെ ആചാര്യന്മാരായിട്ടാണ് അവരെ കണക്കാക്കുന്നത്. അവരെ ഭൗതികവാദികളായിട്ടല്ല കണക്കാക്കുന്നത്. വലിയ ബഹുമാനമാണ് സമൂഹം കൊടുക്കുന്നത്. ആ ബഹുമാനം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ മനസ്സുകളിലാണ്. അത് ആസ്തികൻ്റെയും നാസ്തികൻ്റെയും എല്ലാവരുടെയും മനസ്സിലുള്ള വലിയ ചിന്തയാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ ഈ മഠാധിപതികളൊക്കെ ഒന്ന് വളരെ കുറച്ച് സംസാരിക്കുക, നാട്ടിലുള്ള എല്ലാ വിഷയങ്ങളിലും അഭിപ്രായം പറയാതിരിക്കുക, വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാനൊരു ഉപദേശിക്കുന്നതല്ല, അതിനൊരു അർഹതയുള്ള ആളല്ല. പക്ഷേ കണ്ട കാര്യത്തിനൊരു നിരീക്ഷണം പറയാമല്ലോ. അതാണല്ലോ സനാതനധർമ്മം അനുവദിച്ചു തന്നിരിക്കുന്ന സ്വാതന്ത്ര്യം. അതാണല്ലോ സനാതനധർമ്മത്തിലെ ജനാധിപത്യം. ശിഷ്യന് ഗുരുവിനോട് അഭിപ്രായം ചോദിക്കാം, നിർദ്ദേശം ചോദിക്കാം, ഗുരു പറയുന്നത് അനുസരിക്കാം. രണ്ടാമത്, ചാനൽ ചർച്ചകളിൽ ഒരു കാരണവശാലും അങ്ങ് പോകരുത്. ചാനൽ ചർച്ചകളിൽ മറ്റുള്ളവരോടൊപ്പം ചെന്നിരുന്ന് തർക്കിക്കാനും സമാധാനം നടത്താനുള്ള ഒരാളല്ല സ്വാമിജി. സ്വാമിജിക്ക് പറയുവാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു ലേഖന രൂപത്തിലോ അല്ലെങ്കിൽ സ്വാമിജി അവിടെ വരുന്ന ഭക്തരോടുള്ള പ്രഭാഷണ രൂപത്തിലോ ഒക്കെ പല കാര്യങ്ങളിൽ ചോദ്യോത്തര രൂപത്തിലോ ഒക്കെ പറയാം. സ്വാമിജി പ്രക്ഷോഭം നടത്തുമെന്നാണ് പറയുന്നത്. ഗുരുദേവൻ എന്ത് പ്രക്ഷോഭമാണ് നടത്തിയത്? ഗുരുദേവൻ നടത്തിയത് എന്താണ്? ആത്മീയമായ പ്രവർത്തനങ്ങളിലൂടെയാണ് ഇതിന് മാറ്റം ഉണ്ടാക്കിയത്. അല്ല ഗുരുദേവൻ ബ്രാഹ്മണന്മാരെ കയറ്റാത്ത ക്ഷേത്രങ്ങൾ ബ്രാഹ്മണന്മാർ നടത്തിക്കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ബ്രാഹ്മണന്മാർ ഈഴവരാതി പിന്നോക്ക വിഭാഗക്കാരെ അമ്പലത്തിൽ കയറ്റാത്തതുകൊണ്ട് ഒരു പൊടിമരം പിടിച്ച് എല്ലാ അമ്പലത്തിലും കയറ്റാൻ വേണ്ടി സംഘർഷപൂരിതമായിട്ടല്ല കാര്യങ്ങൾ ചെയ്തത്. അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. അങ്ങനെ ആരും പോയി ചോദിക്കുകയില്ല. ഇനി എത്ര ക്ഷേത്രം പണിതാൽ ആരും പോയി ചോദിക്കത്തില്ല. അപ്പോൾ താന്ത്രിക വിധി പ്രകാരം ഇവിടെ അമ്പലങ്ങൾ വരുന്നുണ്ട്. വലിയ തന്ത്രിമാരല്ലാത്തവരും പ്രതിഷ്ഠ നടത്തുന്നുണ്ട്. എനിക്കറിയാം, വിഗ്രഹ പ്രതിഷ്ഠ നടത്തുന്ന ഒത്തിരി ആളുകൾ എനിക്കറിയാം. അവരൊന്നും വലിയ താന്ത്രിക വിദ്വാൻമാരൊന്നുമല്ല, കുറച്ചൊക്കെ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാം കേരളത്തിൽ നടക്കുന്നു, കാലത്തിൽ നടക്കുന്നു, അതിലൊന്നും തർക്കമില്ല. അപ്പോൾ യേശുദാസിനെ കയറ്റണം എന്ന് പറയുമ്പോൾ എല്ലാവരെയും കയറ്റണം. ക്രിസ്ത്യാനികളും മുസ്ലിംസുകളും എല്ലാവരെയും കയറ്റണം. താല്പര്യമുള്ള അമ്പലത്തിൽ ദർശിക്കുവാൻ താല്പര്യമുള്ള എല്ലാവരെയും കയറ്റണം. എല്ലാവരെയും കയറ്റണമെങ്കിൽ 65 നിയമം മാറണം. നിയമം ഉണ്ടാക്കി വെച്ചിരിക്കുകയല്ലേ നമ്മൾ. നിയമം മാറണമെങ്കിൽ അതിൻ്റെ നടപടിക്രമമുണ്ട്. അപ്പോൾ മാറണമെങ്കിൽ ഗവൺമെൻറ് വെറുതെ അങ്ങോട്ട് സുഖമോട്ടോ എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ കുറേ വിശ്വാസികളുടെ മനസ്സിൽ ചില മുറിവ് കേൾക്കും. അപ്പോൾ അങ്ങനെ ഏൽക്കാതിരിക്കണമെങ്കിൽ വിശ്വാസികളെയും കൂടി വിശ്വാസത്തിലെടുക്കണം. അപ്പോൾ താന്ത്രിമാരെ പോലെയുള്ള ആളുകൾ, അല്ലെങ്കിൽ ഗുരുവിനെ പോലെയുള്ള ആളുകൾ, അല്ലെങ്കിൽ സ്വാമിജിയെ പോലുള്ള ആളുകളുടെ അഭിപ്രായം വരുമ്പോൾ സ്വാഭാവികമായിട്ട് ആളുകൾ അത് അംഗീകരിക്കും. ആരും അതിനെ എതിർക്കത്തില്ല. പക്ഷേ ഇതിൻ്റെ വേ ഓഫ് അപ്രോച്ച്, അല്ലെങ്കിൽ അവതരണ രീതി, അവതരിപ്പിക്കുന്ന സ്ഥലം സ്വാമിജി ശരിയല്ല. പണ്ട് ഗുരുദേവൻ പലയിടങ്ങളിലും പോയിട്ടുണ്ട്. അതെന്തിനാണ്? അറിവില്ലാത്തൊരു സമൂഹം, വിദ്യാഭ്യാസം കിട്ടാത്തൊരു സമൂഹം, ഗുരുദേവൻ്റെ വാക്കുകൾ മനസ്സിലാകാത്തൊരു സമൂഹം തമ്മിലടിക്കുമ്പോൾ പറയന്മാരെയും പുലയന്മാരെയും ഈഴവരാതി മറ്റ് പിന്നോക്ക സമുദായങ്ങൾ കയറ്റാതിരുന്നപ്പോൾ, കുറച്ച് പറയന്മാരെയും പുലയന്മാരെയൊക്കെ മാറ്റി നിർത്തിയപ്പോൾ, നായർമാരും മറ്റ് കമ്മ്യൂണിറ്റിയിലും ഉള്ളവർ SNDPയിലൊക്കെ വന്നപ്പോൾ അതിനെ കയറ്റാതിരുന്നപ്പോൾ, തർക്കങ്ങൾ നടന്നപ്പോൾ, കണ്ണാടി പ്രതിഷ്ഠ പോലും തർക്കത്തിൻ്റെ ഭാഗമായി വന്നതാണ്. അവിടെ ഓമൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ കണ്ണാടി പ്രതിഷ്ഠ വന്നത് അല്ലാതെ തത്വമസി എന്നുള്ള സിദ്ധാന്തം വെച്ചുകൊണ്ട് ഗുരുദേവൻ ചെയ്തതല്ല കാസർഗോഡ് ക്ഷേത്രം. സ്വാമിജിക്ക് അറിയാമല്ലോ, അവിടെ ആളുകൾ തമ്മിൽ തർക്കിച്ചതുകൊണ്ടാണ്. വിഗ്രഹത്തെ സംബന്ധിച്ചും ക്ഷേത്രത്തെ സംബന്ധിച്ചുകൂടെ തർക്കങ്ങളൊക്കെ നടന്നപ്പോഴാണ്. കാരണം അന്ന് സഹോദരൻ അയ്യപ്പൻ്റെ ഒരു ടീമും കൂടെ ഉണ്ട് ഒരേ സമയം തന്നെ. അപ്പോൾ അങ്ങോട്ട് തർക്കം നടന്നപ്പോഴാണ് എന്താണ് അവിടെ ബഹളം ഉണ്ടാകുന്നത്. അതിങ്ങനെ വിഗ്രഹം വയ്ക്കുന്നതിനെ സംബന്ധിച്ചാണ്. എങ്കിലും ഒരു കണ്ണാടി വാങ്ങിച്ചുകൊണ്ട് വരുമെന്ന് പറയുകയും അതിൽ രസം മെർക്കുറി ചുരണ്ടിക്കളയുകയും ഓമം എഴുതുകയും പ്രണവ പ്രതിഷ്ഠയാണ് നടത്തിയത്. കണ്ണാടി പ്രതിഷ്ഠയെന്ന് പറയാൻ പറ്റുമോ? കണ്ണാടിയില്ലാത്തൊരു ഓമുണ്ട്. അതും സ്വാമിജി ഗുരുദേവൻ ആദ്യമേ കൊണ്ടുപോയി അവിടെ വച്ചതല്ല. അവിടെ വിഗ്രഹം ഉണ്ടായിരുന്നു.
തർക്കം വന്നപ്പോൾ മാറ്റിയതാണ്. വഴക്കുണ്ടാവേണ്ട സമവായത്തിൻ്റെ ഭാഗമായി മാറ്റിയതാണ്. ആ ഗുരുദേവൻ്റെ സമവായം നമ്മൾ എടുക്കണ്ടേ? ആ ഗുരുദേവനെ നമ്മൾ പഠിക്കണ്ടേ? ആ ഗുരുവല്ലേ നമുക്ക് വേണ്ടത്? അപ്പോൾ വളരെ ഗൗരവമായി ഇത്തരത്തിലുള്ള ചർച്ചകൾ, പിന്നെ സമരങ്ങൾ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നു. ഗുരുദേവൻ ഒരു സമരവും നടത്തി, കൊടി പിടിച്ച് സമരം നടത്തി, ഉത്തരാഖണ്ഡ് പ്രചരണ ജാലത്ത് കാസർഗോഡ് തിരുവനന്തപുരം വരെ പ്രചരണ ജാല നടത്തി ഒക്കെയാണോ വന്നത്? പക്ഷേ അന്നത്തെ ഒപ്പനാവിൻ്റെയൊക്കെ നേതൃത്വത്തിൽ വേറെ ജാഥയൊക്കെ നടന്നിട്ടുണ്ട്. വൈക്കസത്തേരത്തിന് അനുവദിച്ച് ക്ഷേത്രത്തിൽ അത് നടന്നിട്ടുണ്ട്. ആചാര്യന്മാർ പലരും ജാതീയ സമരവും നടത്തിയിട്ടുണ്ട്. പക്ഷേ സ്വാമിജിയെപ്പോലുള്ള ആളുകൾ പബ്ലിക് ഫംഗ്ഷനുകളിൽ പോയി സംസാരിക്കുന്നു, അത് ശരിയല്ല. നിങ്ങൾ ആത്മീയ നേതാക്കളാണ്. നേതാക്കളെന്ന് ഞാൻ പറയുന്നത് ആത്മീയ ആചാര്യന്മാരാണ്. ചാനലുകളിൽ വന്നിരുന്ന് സംസാരിക്കുന്നു. ഇങ്ങനെയല്ല ഹിന്ദുമതത്തിലെ നവോത്ഥാനം നടക്കുന്നത്, ഇങ്ങനെയല്ല നടന്നതും. ആചാര്യന്മാർ പറയുന്നത്, സ്വാമിജിയെപ്പോലുള്ള മഹത് വ്യക്തിത്വങ്ങൾ പറയുന്നത്, ഹിന്ദു വിശ്വാസമനുസരിച്ച് ഹിന്ദു സമാജത്തിൻ്റെ ആളുകളെ സംബന്ധിച്ച് ജാതിയും മതവും നോക്കിയിട്ടല്ല ഇത്തരം ആളുകളെ കാണുന്നത്. ഞാൻ 1-2 ഉദാഹരണം പറഞ്ഞ് അവസാനിപ്പിക്കാം. ആദികാവ്യം എഴുതിയ രാമായണം എഴുതിയ രത്നാകരൻ ഏത് സമുദായം? വേദവ്യാസൻ്റെ സമുദായം. കൃഷ്ണൻ കറുത്തതാണ്. കറുപ്പിന് ഏഴഴകെന്നൊക്കെ നമ്മൾ പറയും. കറുപ്പ് രത്നമാണ്, കല്ലാണ്, ഏഴഴകെന്നൊക്കെ പറയും. പക്ഷെ കറുപ്പാണ് കൃഷ്ണൻ. നിറവ്യത്യാസവും വർണ്ണവ്യത്യാസവും ഒക്കെ ലോകത്ത് കറുപ്പും വെളുപ്പും തമ്മിൽ സംഘർഷവും ബഹളവും ഒക്കെ ഉണ്ടാകുന്ന സമയത്തും കറുപ്പായ കൃഷ്ണനോട് വലിയ 10,008 സ്ത്രീകളെ സംരക്ഷിച്ചു എന്നുള്ള കഥകളൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ടല്ലോ സ്വാമിജി. അതുപോലെ നമ്മുടെ മുക്കുവ സമുദായത്തിൽ ജനിച്ചിട്ടുള്ള, പൂർവാശ്രമത്തിലെ കഥ പറയാൻ പാടില്ല എന്നാലും ഞാൻ പറയുന്നത്, മുക്കുവ സമുദായത്തിൽ, അരേ സമുദായത്തിൽ ജനിച്ചിട്ടുള്ള സുധാമണി എന്ന് പറയുന്ന അമ്മയെ, മാതാമൃതൻ അമ്മയെ ബ്രാഹ്മണരടക്കമുള്ള ഈഴവരുൾപ്പെടെയുള്ള നായരുൾപ്പെടെയുള്ള എല്ലാവരും പോയി പാദപൂജ ചെയ്യുന്നു, സംസ്കരിക്കുന്നു, ആരതി ഒഴിയുന്നു. അതാണ് ഭാരതം. അയ്യങ്കാളി ഈ പ്രജാസഭയിലെടുത്ത നാടാണിവിടെ. അയ്യാഗുരു പറഞ്ഞിട്ടാണ് ചെയ്യുന്നത്, അത് വേറെ കാര്യം. പക്ഷെ എന്നാലും എടുത്തിരുന്നു. ആ നാടാണിവിടെ. എല്ലാവരെയും അന്നത്തെ ഹിന്ദു സമൂഹം അംഗീകരിച്ചിരുന്നു, ഇന്നും അംഗീകരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഇത് ജാതിയും മതവും നോക്കിയിട്ടൊന്നുമല്ല, ആചാര്യന്മാരെ അംഗീകരിക്കുന്നു. സ്വാമിജി ദയവ് ചെയ്ത് ഒരു സ്വാമിജിയുടെ മഠാധിപതി, വർക്കല ശിവഗിരി മഠമെന്ന് പറയുന്നത് ആത്മീയതയുടെ ഔന്നത്യ കേന്ദ്രമായി മാറണം. അവിടെ ഗുരുകുലങ്ങളുണ്ടാകട്ടെ, അവിടെ പഠന കേന്ദ്രങ്ങളുണ്ടാകട്ടെ, ഹിന്ദുമതത്തിൻ്റെ പുതിയ നവോത്ഥാനത്തിന് വേണ്ടിയുള്ള പരിഷ്കരണത്തിന് വേണ്ടിയിട്ടുള്ള ചർച്ചകളവിടെ നടക്കട്ടെ, ആശയ സംവാദങ്ങൾ നടക്കട്ടെ, തന്ത്രിമാരും മറ്റുള്ള ആചാര്യന്മാരുമായിട്ടുള്ള ചർച്ചകൾ നടക്കട്ടെ. ആചാര്യസഭയിലൊക്കെ അങ്ങ് പോയി സംസാരിക്കണം. അങ്ങ് ഇടയ്ക്കിടയ്ക്ക് തന്ത്രിമാരെ ഇങ്ങനെ ഒരു 2ാം നിരക്കാരാണെന്ന നിലയിൽ ചിലപ്പോഴെങ്കിലും അങ്ങയുടെ വാക്കുകൾ വരുന്നുണ്ടോ എന്നുള്ള സംശയം പലരും പ്രകടിപ്പിച്ചിട്ടുണ്ട്. അത് നേരിട്ട് പറയുന്നില്ലെങ്കിൽ സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതൊന്നും ഉണ്ടാകാൻ പാടില്ല. കാരണം ഇതെല്ലാവരും കൂടി ചേർന്നാണ് ഇത് നടത്തുന്നത്. തന്ത്രിമാർക്ക് തന്ത്രിമാരുടേതായൊരു ഭാഗമുണ്ട്, സ്വാമിജിക്ക് സ്വാമിജിയുടെ ഭാഗമുണ്ട്, എല്ലാം ഉണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട സ്വാമിജി ഈ ചാനൽ ചർച്ചകളിൽ പോകുന്നതും ഈ റോഡിലിറങ്ങി സമരം ചെയ്യുന്നതിൻ്റെ ഉദ്ഘാടനത്തിന് പോകുന്നതുമൊക്കെ ദയവായി ശിവഗിരി മഠാധിപതിക്ക് ചേർന്നതാണോ എന്ന് സ്വാമിജി ഒന്ന് ആലോചിക്കണം. തീർച്ചയായും സ്വാമിജിക്ക് അഭിപ്രായം ഉണ്ടാവും. അത് സമൂഹം അറിയേണ്ടത് തന്നെയാണ്. മാറ്റേണ്ട കാര്യങ്ങളിൽ ഇടപെടുവാൻ സ്വാമിജിക്ക് എല്ലാ അവകാശമുണ്ട്, നിർദ്ദേശം നൽകുവാൻ അവകാശമുണ്ട്. പക്ഷേ അതിൻ്റെ രീതി മനസ്സിലാക്കാൻ നമുക്ക് തല്ലിയും തലോടിയും സ്നേഹിച്ചും ബഹുമാനിച്ചും ആദരിച്ചും പല രൂപത്തിൽ നമുക്കൊരു വിഷയത്തെ കൈകാര്യം ചെയ്യാം. സ്വാമിജി അത് ഒന്ന് ശ്രദ്ധിക്കുമെന്ന് വിനയപരിസരം അഭ്യർത്ഥിക്കുന്നു.